ട്രാൻസിസ്റ്റർ കേട്ടോ. NPN കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതാണ് എമിറ്റർ, ബേസ്, കളക്ടർ അല്ലേ? കാണുന്നുണ്ടോ? കുറച്ചും കൂടി ഇരുന്നോ? എല്ലാവരും നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നേരത്തെ പറഞ്ഞാണ് കുറച്ച് പേർക്ക് ഓർമ്മ ഉണ്ടാവണം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. 1-ാം തീയതി ആകുമ്പോൾ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട് കേട്ടോ എല്ലാവർക്കും. പക്ഷേ ഒരുപാട് ശ്രദ്ധിക്കണേ, വേറെ അതിലെത്തിയില്ല. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാനുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എമിറ്റർ, ബേസ്, കളക്ടർ ഇങ്ങനെയാണ് NPN ട്രാൻസിസ്റ്റർ ഉണ്ടാവുക. എന്ന് വെച്ചാൽ അതിൻ്റെ NPN സിമ്പിളാണ് NPN അല്ലേ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇത് 3 കാര്യം അല്ലേ, കളക്ടർ, ബേസ്, എമിറ്റർ അല്ലേ. ഇതിൽ നമുക്ക് ഇവിടുന്ന് ബേസിൽ നിന്ന് കളക്ടറിലേക്ക് ഇങ്ങോട്ടൊരു PN ജംഗ്ഷനാണ് അല്ലേ, ഇങ്ങനെയല്ലേ ഉള്ളത് PN. ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് ഒരു PN ജംഗ്ഷനാണ് അല്ലേ, PN അല്ലേ. അപ്പോൾ നമ്മൾ ബേസിൽ പോസിറ്റീവ്, മൾട്ടിമീറ്ററിനെ പ്ലസ് ഇവിടെ ബേസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളക്ടറിലേക്കും എമിറ്ററിലേക്കും ഡയോഡ് പോലെ കാണിക്കും കേട്ടോ, ഫോർവേഡായിട്ട് കാണിക്കും. അത് ഒരു കാര്യം. ഓക്കെ, ബേസിൽ നിന്ന് മാത്രമേ ബാക്കി രണ്ടിലേക്കും കാണിക്കുള്ളൂ. ഓക്കെ അല്ലേ? ഇപ്പോൾ എമിറ്ററിൽ വെച്ചിട്ട് കളക്ടറിൽ നോക്കി കാണിക്കുമോ? എമിറ്ററിൽ പ്ലസ് വെക്കുകയാണെങ്കിൽ ഇത് റിവേഴ്സാണ്, ഇത് പക്ഷേ ഫോർവേഡാണ്. അതേപോലെ കളക്ടറിൽ പ്ലസ് വെക്കുകയാണെങ്കിൽ ഇത് റിവേഴ്സാണ്, ഇത് ഫോർവേഡാണ്. അതുകൊണ്ട് എമിറ്ററിൻ്റെ കളക്ടർ എങ്ങനെ പോയാലും കാണിക്കില്ല, മനസ്സിലാവും. പക്ഷേ ബേസ് ടു കളക്ടറും ബേസ് ടു എമിറ്ററും ഫോർവേഡായിട്ട് കാണിക്കും എൻ്റെ കേസിൽ. അതൊരു കാര്യം. പിന്നെ അപൂർവം ചില ട്രാൻസിസ്റ്റർ ഇന്റേണലി ഒരു റിവേഴ്സ് ഡയോഡ് ഉണ്ട്. ഓക്കെ, ഇതിൽ എമിറ്ററിൻ്റെ കളക്ടർ കാണിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ആ ട്രാൻസിസ്റ്റർ ഡാറ്റ ഷീറ്റിൽ എത്തി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ ട്രാൻസിസ്റ്റർ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ട്രാൻസിസ്റ്ററിൻ്റെ ഡാറ്റ ഷീറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ടെക്നിക്കലി തന്നെ കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. ഡാറ്റ ഷീറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് കമ്പോണൻറ്റ് നോക്കിയാലും നമ്മൾ ഡാറ്റ ഷീറ്റ് ലെവലിലേക്കൊക്കെ ആലോചിക്കും. ഓക്കെ, ഇത് ഇങ്ങനെയുള്ള ഇന്റേണൽ ഡയോഡ് വരുന്നതിൽ മാത്രമേ എമിറ്റർ ടു കളക്ടർ കാണിക്കുള്ളൂ, പക്ഷേ കളക്ടർ ടു എമിറ്റർ കാണിക്കില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബേസ് മനസ്സിലാക്കാൻ പറ്റും. ഒരു ട്രാൻസിസ്റ്ററും മൾട്ടിമീറ്റർ എടുക്കാൻ പറയും കേട്ടോ, ഒരു ട്രാൻസിസ്റ്റർ മൾട്ടിമീറ്റർ എടുക്കും. അപ്പോൾ ഇത്രയും ഈ പറഞ്ഞ് മനസ്സിലാവും. ബേസിൽ നിന്ന് മാത്രമേ ബാക്കി രണ്ടിലേക്കും കറക്റ്റായിട്ട് കണ്ടിന്യൂറ്റി കാണിക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് എമിറ്ററും കളക്ടറും മനസ്സിലാക്കുന്നത്? ബേസ് ടു എമിറ്ററാണ് ആ കാണിക്കുന്ന ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് കൂടുതൽ ഉണ്ടാവുക ബേസ് ടു എമിറ്റർ ആയിരിക്കും. അത് ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 654 ആണ് ഇങ്ങോട്ടെങ്കിൽ ഇത് ചിലപ്പോൾ 650 ആയിരിക്കും. അങ്ങനെ ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. ഈ ഒരു കാര്യം ട്രാൻസിസ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ്. ഇത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സർക്യൂട്ടിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഇതുപോലെയൊന്നും കിട്ടണമെന്നില്ല കേട്ടോ. നമ്മളൊരു ട്രാൻസിസ്റ്റർ കൺഫേം ആക്കണമെങ്കിൽ, കൺഫേം ആയിട്ട് ചെയ്യണമെങ്കിൽ ഡിസോൾഡർ ബേസ് ഫുൾ ഐസൊലേറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്താൽ കുറച്ചും കൂടി നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ എമിറ്ററും കൂടി ഐസൊലേറ്റ് ചെയ്യേണ്ടി വരും.